ഒന്നുമില്ലേ? തലയോലപ്പറമ്പിലെ ഒട്ടുമിക്ക പാടശേഖരങ്ങളും കൃഷി ഇറക്കുന്ന സമയമാട്ടോ ഇത്. ഇതുപോലെ കണ്ടമെല്ലാം ഒരുക്കി കൃഷി ഇറക്കാൻ വേണ്ടി കർഷകർ അഘോരാത്മം പ്രയത്നിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ പാടശേഖരങ്ങളിലും പല തോടുകളിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു കാഴ്ച കാണാൻ പറ്റും കേട്ടോ. ഇതുപോലെ വല വെച്ച് കെണി ഒരുക്കി മീനുകളെ ആ കെണിയിലോട്ട് ഓടിച്ച് കയറ്റുന്ന ഒരു തന്ത്രം കേട്ടോ ഇത്. പക്ഷേ ആദ്യമായിട്ടാട്ടോ ഈ അമ്മച്ചിമാരെ നമ്മളിവിടെ കാണുന്നത്. ഏകദേശം 10-60 വയസ്സിന് മേളിൽ പ്രായമുള്ള 2 അമ്മച്ചിമാർ ഇതുപോലെ പാടത്ത് കെണി വെച്ച് മീൻ പിടിക്കുന്നു. ഒന്ന് കാണാമെന്നുള്ള രസത്തിൽ ഞാൻ അടുത്ത് ചെന്നു. ചെറുതായിട്ട് അവരെന്നോട് ദേഷ്യപ്പെടുകയും ചെയ്തു കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ ആ അടുത്ത് നിൽക്കുമ്പോൾ മീനുകൾ ആ സൈഡിലോട്ട് വരാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അവരെന്നോട് ചെറുതായിട്ടൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഇത്രയും പ്രായമുള്ള ആൾക്കാർ പറയുമ്പോൾ കേട്ടല്ലേ പറ്റുള്ളൂ. അത് കാരണം നമ്മൾ സൈഡിലോട്ട് ചരിഞ്ഞ് മുറിച്ച് മാറി അങ്ങ് നിന്നു ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇതുപോലെ ഒരു കോല് വെച്ച് അവർ മീനുകളെ എല്ലാം ഓടിച്ചോടിച്ച് ആ വലയിലോട്ട് കയറ്റുക കേട്ടോ. സത്യം പറഞ്ഞാൽ അവർ ഈ വലയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുമ്പം എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ. വേറൊന്നുമല്ല കേട്ടോ, ഇത്രയും പ്രായമുള്ള ഈ അമ്മച്ചിമാർ ഇത്രയും കഷ്ടപ്പെട്ട് പാടുപെട്ട് ഈ മീൻ പിടിക്കുമ്പോൾ അവർക്ക് അത്യാവശ്യം മീൻ കിട്ടണേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഇത് തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. അവർക്ക് അത്യാവശ്യം മീൻ കിട്ടണേ എന്ന്. കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഇതുപോലെ പാടത്തിറങ്ങി ഈ വെയിലത്ത് ഇതുപോലെ മീനെ ഓടിച്ച് കെണിയിലോട്ട് കയറ്റുക എന്ന് പറഞ്ഞാൽ. എന്തായാലും നമ്മുടെ പ്രതീക്ഷ തെറ്റത്തില്ലെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് നോക്കാം. മീനുകളെല്ലാം അവർ ഓടിച്ചോടിച്ച് അതിൻ്റെ അകത്തോട്ട് കയറ്റുക കേട്ടോ. ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടി കേട്ടോ. കണ്ടോ, മീൻ കയറിയെന്ന് മനസ്സിലാവുന്ന ആ സമയത്ത് അവർ ആ വല വെച്ച് അതിൻ്റെ എൻട്രൻസ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് മീനെല്ലാം കെണിയുടെ അകത്തോട്ടാവും. പിന്നെ ഒരാൾ അതിൻ്റെ അകത്ത് അത് കണ്ട ചവിട്ടി താത്തും ആ വല അവർ സൈഡിലൂടെ. കാരണം വെച്ചാൽ അല്ലെങ്കിൽ മീനുകൾ അതിൻ്റെ അടിവഴി പോകാൻ ചാൻസ് ഉണ്ട്. ആ വല കെണി വെച്ചതിൻ്റെ അവിടെ തന്നെ ഒരു നീളത്തിലൊരു നെറ്റ് അവർ ഇട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്തോട്ടാണ് മീനെല്ലാം പതിക്കുന്ന ഓടിക്കയറണം. കണ്ടോ, അവരത് ബ്ലോക്ക് ചെയ്തെടുത്തു. ഇനി പതിക്കണ കൊച്ചുവല വെച്ച് അവർ ഓരോന്ന് മീൻ പിടിക്കുമായിരിക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ശരിക്കും പാടത്തൊക്കെ ഈ സമയത്ത് വരാലും അതുപോലെ തന്നെ നാടൻ മീനുകളൊക്കെ കാണുന്ന ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ് കേട്ടോ ഇത്. ഈ 5-8 മാസമായിട്ട് കൃഷി ചെയ്യാതെ കിടന്ന പാടശേഖരമൊക്കെയാണ്. അപ്പോൾ ഒത്തിരി മീനൊക്കെ ഇതിൻ്റെ അകത്ത് വെള്ളപ്പൊക്കത്തെ സമയത്തും ഒക്കെ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഇറങ്ങിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും നാടൻ മീനുകൾ ഒത്തിരി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ പാടശേഖരത്തിലൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ തിലോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വളത്ത് സ്ഥലങ്ങളിൽ നിന്നൊക്കെ തിലോപ്പി ഒത്തിരി ചാടി വന്ന് പെറ്റ് വരും. തിലോപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെറ്റ് വരും. അങ്ങനെ പെറ്റ് വരിക ഇഷ്ടം പോലെ ആയിട്ട് എല്ലാ പാടശേഖരം തോടുകളിലൊക്കെ ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ തിലോപ്പിയാണ്. അപ്പോൾ ഇവർക്കിപ്പം വരാലാണോ തിലോപ്പിയാണോ എന്താണ് കിട്ടിയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അവർ ഓരോ മീനുകൾ പെറുക്കി എടുക്കാൻ തുടങ്ങി കേട്ടോ. അത്യാവശ്യം മീൻ കിട്ടിയെന്ന് തന്നെയാണ് വിശ്വാസം. കൂടുതലായിട്ടും തിലോപ്പിയാണെന്ന് തോന്നുന്നു. വരാൽ കിട്ടിയതായിട്ടൊന്നും കാണുന്നില്ല. ചെറിയ തിലോപ്പിയ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്തായാലും അവർ കഷ്ടപ്പെട്ടതിന് പ്രയോജനം ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നമുക്കിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം ആ അമ്മച്ചിമാർക്ക് എന്തോരം പ്രായമുള്ള അമ്മച്ചിമാരാണെന്നുള്ളത്. ഈ പ്രായത്തിലും അവർ കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സുണ്ട് അവർക്ക്. ഇതുപോലെ ഈ മീൻ പിടിച്ചിട്ട് ഇവിടെ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ കൊണ്ടുപോയാണ് ഇവരിത് വിൽക്കുന്നത്. നമുക്ക് നേരിട്ട് ഇവരുടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ.